ഇന്ത്യ ഓസ്ട്രേലിയ ഫസ്റ്റ് ടെസ്റ്റ് മാച്ചിൻ്റെ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 487 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ ടാർഗറ്റ് ഇനി 534 റൺസാണ്. അതിൽ 12 റൺസാണ് അവരെടുത്തിരിക്കുന്നത്. 3 വിക്കറ്റും പോയിട്ടുണ്ട്. അപ്പം നാളെ 4-ാം ദിവസമാണ്. 4-ാം ദിവസത്തെ കളി ആരംഭിക്കുമ്പോൾ ഓസ്ട്രേലിയക്ക് വേണ്ടത് 522 റൺസാണ്. ഒരു വലിയ ടോട്ടൽ തന്നെയാണ് ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഇന്നിങ്സിൽ ഓസ്ട്രേലിയയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ പവലിയനിൽ എത്തിയിരിക്കുകയാണ്. 12 റൺസിനിടയിൽ 3 വിക്കറ്റ് അവർക്ക് നഷ്ടമായി. ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിൽ കോഹ്ലിയും അതുപോലെ തന്നെ ജയ്സ്വാളും ഉജ്ജ്വലമായ സെഞ്ചുറികൾ നേടി. ജയ്സ്വാളിൻ്റെ ഇന്നിങ്സ് വളരെ അവിസ്മരണീയമായ ഒരു ഇന്നിങ്സായിരുന്നു. 161 റൺസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പാർട്ട്ണർഷിപ്പ് രാഹുലുമായി 201 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് 383 ബോളിൽ റെക്കോർഡ് പാർട്ട്ണർഷിപ്പാണ്, ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ടായത്. രാഹുൽ അതിൽ 77 റൺസ് എടുത്തു. കോഹ്ലി സെക്കൻഡ് ഇന്നിങ്സിൽ 100 റൺസും വാഷിങ്ടൺ സുന്ദർ 29 റൺസും NK റെഡ്ഡി 38 റൺസും എടുത്തു. ഓസ്ട്രേലിയയുടെ ടാർഗറ്റ് 534. അതിൽ 12 റൺസ് അവർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യം 522 റൺസാണ്. ഇതിനോടകം തന്നെ അവർക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായി. 2 വിക്കറ്റ് ബുംറയും 1 വിക്കറ്റ് സിറാജും നേടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്ന ഒരു പ്രകടനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സീരീസിലെ ആദ്യത്തെ ടെസ്റ്റ് മാച്ച് ഇന്ത്യ എന്തുകൊണ്ടും വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായും ഒരു നല്ല തുടക്കം തന്നെയാണ്. വിദേശ മണ്ണിൽ ഇന്ത്യയുടെ ഒരു പരമ്പര വിജയം നമ്മൾക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. തീർച്ചയായും സ്റ്റാൻഡിൻ ക്യാപ്റ്റനായ ബുംറ അതിമനോഹരമായാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ തുല്യതയില്ലാത്ത ക്യാപ്റ്റൻസി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും സീനിയർ ബാറ്റ്സ്മാൻമാരായ സീനിയർ കളിക്കാരനായ രാഹുലിൻ്റെയും അതുപോലെ തന്നെ കോഹ്ലിയുടെയും നിർണായകമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിൽ ബുംറയെ സഹായിക്കുന്നത് വളരെയധികം അദ്ദേഹത്തിന് ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുള്ളത് അവിസ്മരണീയമാണ്. വളരെ മനോഹരമായ ബാറ്റിംഗ് ആണ് രാഹുലും അതുപോലെ തന്നെ കോഹ്ലിയും അതുപോലെ ജയ്സ്വാളും കാഴ്ചവെച്ചത്. ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പ് വാഷിങ്ടൺ സുന്ദറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും 25 റൺസേ എടുത്തുള്ളൂവെങ്കിലും നല്ലൊരു പാർട്ട്ണർഷിപ്പ് അദ്ദേഹവും അതുപോലെ തന്നെ ജയ്സ്വാളും ഉണ്ടാക്കി. ഇതൊക്കെ ഇന്നത്തെ കളിയിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ തന്നെയാണ്. ഏതൊരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ നയനാന്തകരമായ കാഴ്ചകളാണ് ഇന്ന് പെർത്തിൽ നിന്ന് കാണാൻ സാധിച്ചത്. തീർച്ചയായും ഈ വിവരണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.